നമസ്കാരം. നമ്മുടേതടക്കമുള്ള വികസ്വര രാജ്യങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അഴിമതിയാണ്. നിയമസഭയും പാർലമെന്റും ഒക്കെ പാസ്സാക്കിയിരിക്കുന്ന നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും അനുസരിച്ച് മാത്രമേ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പ്രവർത്തിക്കാൻ കഴിയൂ. അഴിമതി തടയുക, കാര്യക്ഷമത ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിലൊക്കെയാണ് നിയമം നിർമ്മിക്കുന്നതെങ്കിലും ഈ നിയമം എഴുതി കൊടുക്കുന്നത് പലപ്പോഴും ഉദ്യോഗസ്ഥരാണ്. അവർ നിയമം എഴുതിയെടുക്കുമ്പോൾ രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും അഴിമതി നടത്താൻ പാകത്തിലായിരിക്കും അവർ തയ്യാറാക്കി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ചുവപ്പ് നാടയാണ് സർക്കാർ ഫയൽ. ഈ ചുവപ്പ് നാട കടക്കണമെങ്കിൽ കൈക്കൂലി കൊടുക്കണം. അത് എല്ലായിടത്തുമുണ്ട്. ഈ മൊബൈൽ ഫോണും ഇന്റർനെറ്റും ഒക്കെ വന്നതോടെ അഴിമതിയുടെ തോത് കുറഞ്ഞിട്ടുണ്ട്. കോർപ്പറേറ്റ് അഴിമതികൾ തുടരുന്നു, വലിയ കമ്മീഷനുകൾ തുടരുന്നു. അതുപോലെ വിജയനെ പോലുള്ളവർ നടത്തുന്ന നിയമപരമായി കമ്മീഷൻ എന്ന നിലയിൽ കൈക്കൂലി കൊടുക്കുന്ന പദ്ധതിയൊക്കെ പരീക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിലും പഴയതുപോലെ ഉദ്യോഗസ്ഥർക്ക് ഒരു നാണവുമില്ലാതെ പേടിയുമില്ലാതെ കൈനീട്ടി കൈക്കൂലി വാങ്ങാൻ പറ്റുന്ന സാഹചര്യം ഇപ്പോഴില്ല. എന്നിരുന്നാലും ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കുന്ന ഫയലുകൾ ഉള്ളതുകൊണ്ട് കാര്യങ്ങൾ വേഗം നടത്താൻ വേണ്ടി കൈക്കൂലി കൊടുക്കേണ്ട സാഹചര്യമുണ്ട്. ഈ അഴിമതി കാര്യത്തിൽ ഏറ്റവും ദയനീയമായ സ്ഥിതിയുള്ള സംസ്ഥാനങ്ങളിൽ ഒന്ന് തമിഴ്നാടാണ്. തമിഴ്നാട്ടിലെ വിദ്യാഭ്യാസം കുറഞ്ഞ മനുഷ്യരെ ചൂഷണം ചെയ്യാൻ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും പരസ്പരം മത്സരിച്ചിരുന്നു. നമുക്കറിയാം, ജനപ്രിയയായ ജയലളിതയുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേട്ട വലിയ അഴിമതി ആരോപണങ്ങൾ. ഈ അഴിമതി ആരോപണങ്ങളൊന്നും ജനങ്ങൾ താരാരാധനയാൽ മറന്നുപോകുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് തമിഴ്നാട്ടിൽ അഴിമതി അടിസ്ഥാനപരമായി അംഗീകരിക്കപ്പെട്ട ഒരു കലാവിരുതായിരുന്നു. അതിന് മാറ്റമുണ്ടാക്കാനാണ് മുഖ്യമന്ത്രി വിജയ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വിജയ് പണം കണ്ട് വളർന്നവനാണ്, പണം ഉപയോഗിച്ച് മടുത്തവനാണ്. ഔദ്യോഗികമായി തന്നെ വിജയ് ഏതാണ്ട് 500 കോടി സ്വത്താണ് സത്യവാങ്മൂലത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. വിജയ്ക്ക് ഇനി പണം വേണമെങ്കിൽ ഒരു സിനിമയിൽ അഭിനയിച്ചാൽ മതി, എത്ര കോടി വേണമെങ്കിലും കിട്ടും. വിജയെ കുത്തിപ്പറക്കാൻ വേണ്ടി സിനിമാ നിർമ്മാതാക്കൾ ഇപ്പോഴും കാത്തിരിക്കുന്നു. അതുകൊണ്ട് വിജയ്ക്ക് അനധികൃതമായി പണം ഉണ്ടാക്കേണ്ട കാര്യമേ ഇല്ല. ഈ പണം അങ്ങനെ കൂട്ടിവെച്ചിട്ട് തനിക്കൊന്നും നേടാനില്ലെന്നും ഇപ്പോഴുള്ള പണം തന്നെ തനിക്ക് ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതലാണെന്ന് വിജയ്ക്കറിയാം. അതുകൊണ്ടാണ് തൻ്റെ ജീവിതം കൊണ്ട് തമിഴ് മക്കളുടെ ജീവിതം മെച്ചപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ച് റിസ്ക് എടുത്ത് രാഷ്ട്രീയത്തിൽ വന്നത്. വിജയ് രാഷ്ട്രീയത്തിൽ പരാജയപ്പെടാൻ സംഘടിതമായ നീക്കമാണ് മറ്റു രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും ചേർന്ന് നടത്തിയത്. കൈക്കൂലി വാങ്ങി കാര്യം സാധിച്ചു കൊടുക്കുന്ന ഉദ്യോഗസ്ഥർക്കും കൈക്കൂലി കൊടുത്ത എളുപ്പത്തിൽ കാര്യം സാധിക്കുന്ന വ്യവസായികൾക്കുമൊക്കെ വിജയ് വരുന്നതിനോട് വിയോജിപ്പായിരുന്നു. പക്ഷെ ജനങ്ങൾ വിജയ്ക്കൊപ്പം നിന്നു. വിജയ് വന്നു, 100 ദിവസത്തെ ഭരണം പൂർത്തിയാക്കി. ഈ 100 ദിവസം കൊണ്ട് അഴിമതിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് വിജയ് എടുത്തത്. തൻ്റെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ വിജയ് ഊന്നി പറഞ്ഞത് അഴിമതിരഹിത തമിഴ്നാടിനെ സൃഷ്ടിക്കാൻ ഏതറ്റം വരെ പോകുമെന്നാണ്. വിജയ് ഇക്കാര്യത്തിൽ പറയുന്നത് പാഴ്വാക്കുകളല്ല, വിജയ് നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് എന്ന് വിജയുടെ ഓരോ പ്രവൃത്തികളും നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. വിജയുടെ ആൻറ്റി ബ്രൈബറി ഹെൽപ്പ് ലൈൻ സൂപ്പർ ഹിറ്റാണ്. ആർക്ക് വേണമെങ്കിലും ഈ ഹെൽപ്പ് ലൈനിലേക്ക് വിളിക്കാം. വിളിക്കുന്നത് റെക്കോർഡ് ചെയ്യപ്പെടും, വിശദാംശങ്ങൾ ശേഖരിക്കും. ആ വിശദാംശങ്ങൾ അനുസരിച്ച് അഴിമതിക്കാർക്കെതിരെ വിജിലൻസ് രംഗത്തിറങ്ങും. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും ജനപ്രതിനിധികൾക്കെതിരെയും പോലീസിനെതിരെയും ഒക്കെ ഇങ്ങനെ ഫോൺ വിളിച്ച് വിവരങ്ങൾ കൈമാറാം. അപ്പോൾ തന്നെ അന്വേഷണം ഉണ്ടാകും. അതിന് കൃത്യമായൊരു റിപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ട്. എല്ലാ പരാതികളും അഡ്രസ്സ് ചെയ്യപ്പെടണം, വ്യാജമാണെങ്കിലും അല്ലെങ്കിലും അഡ്രസ്സ് ചെയ്യപ്പെടണം. മാത്രമല്ല, ഒരു പടി കൂടി കടന്ന് തെളിവുകളും വീഡിയോ ദൃശ്യങ്ങളും സഹിതം ഒരു അഴിമതിക്ക് വേണ്ടതെല്ലാം ശേഖരിച്ച് വാട്സാപ്പിലൂടെ ഇട്ടുകൊടുത്താൽ 1 ലക്ഷം രൂപ പ്രതിഫലം കിട്ടും. വെറുതെ അഴിമതി ആരോപണം ഉന്നയിക്കാതെ അഴിമതിയുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും അഴിമതി അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ചിത്രങ്ങളുമൊക്കെ അയച്ചു കൊടുത്താൽ മതി, 1 ലക്ഷം രൂപ പ്രതിഫലം കിട്ടും. ഈ ഒരു 2 നീക്കങ്ങൾ കൊണ്ട് ഉദ്യോഗസ്ഥന്മാരൊക്കെ വിരണ്ടിരിക്കുകയാണ്. ആർക്കും 1 രൂപ പോലും കൈക്കൂലി വാങ്ങാൻ പേടിയാണ്. ഇപ്പം നമുക്കറിയാം, റോഡിലൂടെ പോകുന്നവർക്കറിയാം, നമ്മുടെ നാട്ടിൽ പോലീസിന് കുറഞ്ഞത് 500 രൂപ കൈക്കൂലി കൊടുക്കും. 500-ൽ കുറഞ്ഞ കൈക്കൂലി നമുക്കൊരു കാര്യവും സാധിച്ചെടുക്കാൻ കഴിയില്ല. നമ്മൾ ചെറിയ ഗതാഗത ലംഘനങ്ങൾ നടത്തിയാൽ 500 രൂപ കൊടുക്കാതെ ഒന്നും നടക്കില്ല. എന്നാൽ തമിഴ്നാട്ടിൽ ഇപ്പോഴും 10 അല്ലെങ്കിൽ 50 രൂപ കൊടുത്താൽ മതി. അതായിരുന്നു പോലീസിൻ്റെ അവിടുത്തെ ഒരു കൈക്കൂലിയുടെ സാധാരണ നിരക്ക്. തമിഴ്നാട്ടിൽ കടന്നു പോകുന്നവർക്കറിയാം, ആ ശല്യം ഒഴിവാക്കാൻ വേണ്ടി 50 രൂപ കൊടുത്താൽ മതിയായിരുന്നു, അവരെ പ്രശ്നമുണ്ടാക്കത്തില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ 50 അല്ല 500 കൊണ്ട് കൊടുത്താലും വാങ്ങില്ല, പേടിയാണ്. ഇതാരെങ്കിലും ട്രാപ്പ് ചെയ്യുന്നതാണോ എന്ന് പേടിയാണ്. അതുകൊണ്ട് പോലീസ് അടക്കം ഇതുവരെ അഴിമതിയിൽ മുങ്ങി നിന്നിരുന്ന സംവിധാനങ്ങളെല്ലാം ശരിയായിക്കൊണ്ടിരിക്കുന്നു. ഈ അഴിമതി നടത്തിയത് തൻ്റെ പാർട്ടിക്കാരാണെങ്കിൽ പോലും അപ്പോൾ തന്നെ നടപടിയാണ്, ഒരു വിട്ടുവീഴ്ചയുമില്ല. മന്ത്രിമാർക്ക് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു, നിങ്ങൾ അഴിമതി കുരുക്കിൽ പോയി ചാടരുത്, ഞാൻ അപ്പോൾ തന്നെ പുറത്താക്കുമെന്ന്. അതുകൊണ്ട് മന്ത്രിമാർക്ക് പണം വാങ്ങാൻ പേടിയാണ്. TVK പാർട്ടിക്ക് വേണ്ടി പണം വാങ്ങിയവരൊക്കെ പുറത്താക്കപ്പെട്ടിരിക്കുന്നു. ഒരു വിട്ടുവീഴ്ചയുമില്ല. സ്കൂളുകളിൽ രാഷ്ട്രീയ പ്രവർത്തനം നിരോധിച്ചിരുന്നു. അത് മനസ്സിലാക്കാതെ വിജയിയെ സ്തുതിക്കാൻ രംഗത്തിറങ്ങിയ അധ്യാപികയെ സസ്പെൻഡ് ചെയ്തിട്ട് അത്തരം കർശനമായ നിലപാടാണ് എടുക്കുന്നത്. അഴിമതി വിരുദ്ധ പോരാട്ടത്തിനൊപ്പം മികച്ച ഭരണത്തിന് വേണ്ടി പ്രവാസികളായി തമിഴരെ നാട്ടിലേക്ക് കൊണ്ടുവന്ന് പലരും വോളണ്ടിയറിൽ, അതായത് അവർ സക്സസ്ഫുൾ ആണ് വിദേശ രാജ്യങ്ങൾക്ക്, അവർ വ്യവസായികളാണ്, അക്കാദമിക് രംഗത്ത് വിജയം വരിച്ചവരാണ്, ഇവരെയൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഭരണത്തിൽ ഇടപെടൽ നടത്തുകയാണ്. അങ്ങനെ വലിയ മാറ്റം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അഴിമതി തടയാൻ ഓരോ മാർഗവും തപ്പിക്കൊണ്ടിരിക്കും. ഏതെങ്കിലും ഒരാൾ
കൃത്യമായ ഒരു പ്രശ്നം ചൂണ്ടിക്കാട്ടിയാൽ അതിന് പരിഹാരമുണ്ടാവും. അതുപോലെ ആധാരം രജിസ്ട്രേഷൻ, ഏറ്റവും അധികം അഴിമതി നടക്കുന്ന ഒന്ന് ആധാരം രജിസ്ട്രേഷനാണ്. സ്ഥലം വാങ്ങുമ്പോൾ അത് എഴുതുന്നതിന് വില കുറച്ച് കാട്ടുന്നതിനും മറ്റുമായി കൈക്കൂലി കൊടുക്കണം. അതുകൊണ്ട് ഇനി ആരും ആധാരം ഓഫീസിലേക്ക് പോകണ്ട, നിങ്ങൾ ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്താൽ മതി. ബാക്കി നടപടിക്രമങ്ങളൊക്കെ പരിശോധിച്ച് കൃത്യമായി ഫയൽ ഉണ്ടാക്കി എന്താണ് കുഴപ്പമെന്ന് എഴുതി അങ്ങ് നിങ്ങൾ അനുമതി കൊടുത്താൽ മതി എന്ന് ഉത്തരവിട്ടു. അതുകൊണ്ട് ആധാരം ഓഫീസിൽ പോയി കൈക്കൂലി കൊടുക്കുന്ന പരിപാടി നിന്നുപോയി. പിന്നെ ഏറ്റവും അധികം അഴിമതി നടക്കുന്ന ഒന്ന് കെട്ടിട നിർമ്മാണ പെർമിറ്റുകളാണ്. അതും ഓൺലൈൻ വഴിയാക്കി. ആരും നേരിട്ട് ഹാജരാവാൻ പോവണ്ട, അല്ലെങ്കിൽ അക്ഷയ പോലുള്ള സർക്കാരിൻ്റെ സമ്പ്രദായങ്ങളിലൂടെ അപേക്ഷ കൊടുക്കാം. നേരിട്ട് ഉദ്യോഗസ്ഥരുടെ അടുത്തേക്ക് പോകേണ്ട, ഭരണ സൗകര്യം ഒരുക്കി കൊടുക്കുന്നു, അഴിമതി തടഞ്ഞു. ഇങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ 100 ദിവസം കൊണ്ട് ചെയ്തു കഴിഞ്ഞ വിജയ് അഴിമതിക്ക് എതിരെയുള്ള സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. ഇതിനിടയിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലെ MLA വിജയുടെ മുമ്പിൽ ഒരു വിഷയമായി വരുന്നു. നിയമസഭയിലാണ് അവതരിപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞ അഴിമതിക്കെതിരെയുള്ള പോരാട്ടമൊക്കെ നല്ലതാണ്, അഴിമതിക്കാരെ കൈകാര്യം ചെയ്യുന്നത് നല്ലതാണ്, പക്ഷേ ഈ പൊതുപ്രവർത്തകരെന്ന നിലയിൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പണം പോകുന്നു, ഞങ്ങൾക്ക് കൈക്കൂലി വാങ്ങാൻ പറ്റില്ല, കമ്മീഷൻ പറ്റില്ല. പക്ഷെ ഞങ്ങളൊരു വണ്ടി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം, ഈ വണ്ടിക്ക് വേണ്ടിയുള്ള മെയിൻ്റനൻസ് ചാർജ് എത്രയാണ്, വണ്ടിയുടെ വില എത്രയാണ്, ലോൺ വില എത്രയാണ്, ഞങ്ങൾക്ക് കിട്ടുന്ന ഈ ചെറിയ ശമ്പളം കൊണ്ട് ഞങ്ങളിങ്ങനെ കൈകാര്യം ചെയ്യും. നമ്മുടെ നാട്ടിലെ അഴിമതിയുടെ മൂല കാരണം വാസ്തവത്തിൽ ഉത്തരവാദിത്തപ്പെട്ട മനുഷ്യർക്ക് അവർ അർഹിക്കുന്ന പ്രതിഫലം കൊടുക്കാത്തത് കൊണ്ടാണ് എന്ന് വിജയ് തിരിച്ചറിയുന്നു. അതുകൊണ്ട് വിജയ് ഞെട്ടിക്കുന്ന പ്രഖ്യാപനം നടത്തുകയാണ്. എല്ലാ MLA മാർക്കും സൗജന്യമായി സർക്കാർ വണ്ടി കൊടുക്കും. 234 MLA മാരാണുള്ളത്. എല്ലാവർക്കും സർക്കാർ സൗജന്യമായി വണ്ടി കൊടുക്കും. കോടികളുടെ ഇടപാടാണ്. എന്ന് മാത്രമല്ല 1 ലക്ഷം രൂപ ഒരു മാസം MLA മാർക്ക് അധിക അലവൻസ് കൊടുക്കും. 75,000 രൂപ അവരുടെ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യാനും വണ്ടിക്ക് പെട്രോൾ അടിക്കാനും ഒക്കെ 75,000 രൂപ കൊടുക്കും. കൂടാതെ 25,000 രൂപയ്ക്ക് ഒരു ജീവനക്കാരനെ വയ്ക്കാം. അങ്ങനെ ഞെട്ടിക്കുന്ന ഒരു പ്രഖ്യാപനം നടത്തിയതോടുകൂടി എല്ലാവരും ഞെട്ടിത്തിരിച്ചിരിക്കുകയാണ്. ഇത് ദൂർത്തെന്ന് പറയാൻ പറ്റില്ല. എല്ലാ MLA മാർക്കും കൊടുക്കുന്നുണ്ട്. വാസ്തവത്തിൽ പൊതുപ്രവർത്തകർക്ക് അങ്ങനെ തന്നെ പ്രതിഫലം കൊടുക്കണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അഴിമതി നടത്താതിരിക്കണമെങ്കിൽ പൊതുപ്രവർത്തകരെന്നല്ല, ഉത്തരവാദിത്തപ്പെട്ടവർ അർഹിക്കുന്ന പ്രതിഫലം കൊടുക്കണം. ഒരു MLAക്ക് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അത്തരമൊരു ആനുകൂല്യവുമില്ല. അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളെല്ലാം നോക്കിയാലും അവർ ഒരു മാസം ആകുന്നതിന് മുൻപ് ഇതെല്ലാം തീർന്നു പോകും. അതുകൊണ്ട് തന്നെ കൈക്കൂലിയും കമ്മീഷനും ഇല്ലാതെ ഒരു MLAക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. നമ്മുടെ നാട്ടിൽ 10 ലക്ഷം രൂപ ഒരു വണ്ടി വാങ്ങാൻ ലോൺ കൊടുക്കും പലിശയില്ലാതെ. ഇതാ ഇപ്പോൾ വണ്ടി കിട്ടുന്നു. പ്രത്യേകിച്ച് TVKക്കാണ് ഗുണം. കാരണം മിക്കവരും തന്നെ പുതിയ ആളുകളാണ്. അവർക്ക് വണ്ടിയും വെള്ളമൊന്നുമില്ല. ഓട്ടോറിക്ഷ ഓടിക്കുന്നവരൊക്കെയാണ് ഇവിടെ MLAയും മന്ത്രിയുമായത്. അതുകൊണ്ട് എല്ലാ MLA മാർക്കും വണ്ടി മേടിച്ചു കൊടുക്കുമ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ 75,000 രൂപ പ്രത്യേകം കൊടുക്കുമ്പോൾ സ്വാഭാവികമായും MLA മാർക്ക് അഴിമതി നടത്തേണ്ടതില്ല. അവർക്ക് പ്രതിഫലം കിട്ടുന്നുണ്ട് പൊതുപ്രവർത്തനം നടത്തുന്നതിന്. ആ പ്രതിഫലം അഴിമതിയുടെ വഴി തടയും. രാഷ്ട്രീയക്കാർക്ക് അഴിമതി നടത്തേണ്ട സാഹചര്യം ഒഴിഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാർക്ക് നടത്താൻ പേടിയാവും. കാരണം ഈ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ കൂട്ടുകെട്ടാണ് അഴിമതിയുടെ മൂലകാരണം. അഴിമതിക്കെതിരെയുള്ള വലിയൊരു യുദ്ധപ്രഖ്യാപനമായി ഇതിനെ കാണേണ്ടിയിരിക്കുന്നു. ഞാനിതിനെ വളരെ ആദരവോടെയാണ് കാണുന്നത്. പലപ്പോഴും ജനപ്രതിനിധികൾക്ക് കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ച് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒക്കെ ബഹളം വെക്കാറുണ്ട്. ഒരർത്ഥവുമുള്ള കാര്യമല്ല. പൊതുപ്രവർത്തകൻ അവൻ്റെ സമയവും പണവും ചെലവഴിച്ചാണ് പൊതുപ്രവർത്തനം നടത്തുന്നത്. വെളിയിലേക്ക് ഇറങ്ങി ഒരു പാവപ്പെട്ടവൻ മരുന്ന് വാങ്ങാനോ ഭക്ഷണം വാങ്ങാനോ പണം ചോദിച്ചാൽ ഒരു MLAക്കും MPക്കും ഒക്കെ കൊടുക്കാതിരിക്കാൻ പറ്റില്ല. കൊടുത്തേ മതിയാവും. ഇവരുടെ ഈ പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ പല ജീവനക്കാരെ വെക്കണം, എല്ലായിടത്തും പോകണം. സർക്കാർ അനുവദിച്ചതിന് അപ്പുറത്തേക്ക് ഇവർക്ക് ചെലവുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുപ്രവർത്തകർക്ക് മാന്യമായ പ്രതിഫലം കൊടുക്കണം. എങ്കിൽ മാത്രമേ അവർ അഴിമതി വേണ്ടെന്ന് വയ്ക്കൂ. ഇവിടെ വിജയ് തുടങ്ങി വെച്ചിരിക്കുന്നത് വിഷയത്തിൻ്റെ കൃത്യം ഇടത്ത് പോയി പരിശോധിച്ച് പരിഹരിക്കുകയാണ്. ആ പരിഹാരം അഴിമതിയുടെ വേറിറക്കാൻ കൃത്യമായ കാരണമാകും. അതേസമയം തിരുത്തേണ്ടടുത്ത് തിരുത്താൻ ഒരു മടിയും വിജയിക്കില്ല എന്ന് ഓർക്കണം. വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയം വിജയ്ക്ക് കട്ടക്കലിപ്പാണ്. രാഷ്ട്രീയം പണ്ട് നിരോധിച്ചാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളും CJPക്കാരും ഒക്കെ സമരം ചെയ്യുന്നത് നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കി. പക്ഷെ വലിയ പ്രക്ഷോഭത്തിന് തുടക്കമിട്ടു. കാരണം സമരം മൗലികാവകാശമാണെന്നതുകൊണ്ട് തന്നെ അത് തടയുന്നത് ശരിയല്ല എന്ന തരത്തിൽ വാദമുയർന്നപ്പോൾ 2ാം ദിവസം ഉത്തരവ് പിൻവലിച്ചു. കാരണം വിജയ്ക്ക് അതിനെക്കുറിച്ച് ആശങ്കയില്ല, തെറ്റിതിരുത്തുന്നതിൽ ചമ്മലില്ല. അതുകൊണ്ടാണല്ലോ ഒരു ആസ്ഥാന ജോലിസിനെ നിയമിച്ചത് തിരുത്തിയത്. തിരുത്താനുള്ളത് തിരുത്തും, ചെയ്യാനുള്ളത് ചെയ്യുമെന്നതാണ്. ഇപ്പോൾ നോക്കൂ, മറ്റൊരു വിപ്ലവകരമായ പ്രഖ്യാപനം. നമ്മുടെ നാട്ടിൽ ജനസംഖ്യാ നിയന്ത്രണം ഒരു നിയമമായതുകൊണ്ട് 2 കുട്ടികൾ എന്നതാണ് രാജ്യത്തെ ഒരു നയം. നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യമായതുകൊണ്ട് 2-ലധികം കുട്ടികൾ ഉണ്ടായാൽ ശിക്ഷയൊന്നുമില്ല. പക്ഷേ ചില നിയന്ത്രണങ്ങളുണ്ട്. 2 കുട്ടികൾ മതി എന്ന് നമ്മളോട് സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മഹാരാഷ്ട്രയിലും ബീഹാറിലുമൊക്കെ 3ാമതൊരു കുട്ടി ഉണ്ടാകുന്ന ആൾക്ക് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മത്സരിക്കാൻ പോലും സാധ്യമല്ല. അത്തരം നിയമങ്ങൾ അവിടെയുണ്ട്. നമുക്ക് അങ്ങനെ നിയമമൊന്നുമില്ല. പക്ഷേ ആനുകൂല്യങ്ങൾ കുറവാണ് 3ാമത്തെ കുട്ടിക്ക്. ഉദാഹരണത്തിന് 1 വർഷം പ്രസവാനുകൂല്യമുണ്ട് 1ഉം 2ഉം കുഞ്ഞുങ്ങളുണ്ടാവുമ്പോൾ സ്ത്രീകൾക്ക്. എന്നാൽ 3ാമതൊരു കുട്ടി ഉണ്ടായാൽ വെറും 12 ആഴ്ച മാത്രമാണ് ശമ്പളത്തോടെ അവധി. ഇത് ഒരു വിഷയമായി മാറുന്നു. വിജയ് മനസ്സിലാക്കുന്നു തമിഴ് ജനതയുടെ എണ്ണം കുറയുന്നു, വടക്കേ ഇന്ത്യയിൽ ജനസംഖ്യ പെരുകുന്നു, അവിടെ പാർലമെന്റ് അംഗങ്ങളുടെ എണ്ണം കൂടാൻ പോകുന്നു, ഇവിടെ ജനസംഖ്യ കുറയുകയാണ്. അതുകൊണ്ട് ജനസംഖ്യ കൂടട്ടെ എന്ന് ഒരു ധാരണ എടുത്തുകൊണ്ട് 3ാമത്തെ കുട്ടിക്കും ആനുകൂല്യം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതൊരു ഡിബേറ്റിംഗ് സബ്ജക്റ്റാണ്.
ജനസംഖ്യാ വർധനവിനെ തടയണമോ അതോ അതിനോട് അനുബന്ധമായി നിൽക്കണമോ എന്നത്. പക്ഷേ ജനസംഖ്യാ വർധനവ് തടയാൻ നമ്മൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കേരളവും തമിഴ്നാടും ഒക്കെ ഒരുപാട് ജാഗ്രത പുലർത്തി കേന്ദ്ര സർക്കാർ പറഞ്ഞതനുസരിച്ച്. എന്നാൽ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങൾ അത് ചെയ്തില്ല. അവിടെ അവർ ജനസംഖ്യയുടെ മികവിൻ്റെ പേരിൽ നേട്ടങ്ങൾ കൊയ്യുമ്പോൾ നമ്മുടെ ജനസംഖ്യയിൽ വലിയ കുറവുണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്നതിനെ എങ്ങനെ കുറ്റം പറയാൻ കഴിയും? തമിഴ് സംസ്കാരത്തിൻ്റെയും തമിഴ് ജനതയുടെയും സംരക്ഷണം കൂടിയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി നിലയിൽ വിജയ് ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. MLA-മാർക്ക് വിജയ് കൊടുക്കാമെന്ന് പറഞ്ഞ കാർ നിരസിച്ചുകൊണ്ട് ഇത് ധൂർത്താണ് എന്ന് പറഞ്ഞ് DMK രംഗത്ത് വന്നിട്ടുണ്ട്. DMKയുടെ പ്രചരണത്തിൽ ഇത്രയും പാഴ്ചെലവ് വേണമോ എന്ന ചോദ്യം ഉയർന്നു വരാമെങ്കിലും ജനങ്ങൾക്ക് മുമ്പിൽ അഴിമതി തടയാനുള്ള പോരാട്ടത്തിന്റെ ഭാഗമാണ് തൻ്റെ പ്രവർത്തനമെന്ന് ബോധ്യപ്പെടുത്താൻ വിജയ്ക്ക് കഴിയുമെന്നുറപ്പ്. ഇങ്ങനെ തികച്ചും വ്യത്യസ്തമായ രാഷ്ട്രീയവുമായി വിജയ് മുമ്പോട്ട് പോകുമ്പോൾ മുല്ലപ്പെരിയാറിൻ്റെ പേരിൽ നമുക്ക് അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിലും വിജയ് മുമ്പോട്ട് വയ്ക്കുന്ന മാറ്റങ്ങളെ തിരസ്കരിക്കാൻ കഴിയാതെ വരും. വിജയ് തമിഴ്നാടിനെ മാത്രമല്ല രാജ്യത്തിൻ്റെ തന്നെ ഭാവിയെ ശോഭനമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം, ആശംസിക്കാം.